ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ഇഷ്ട പരമ്പരയുടെ ഈ ആഴ്ചത്തെ പുതുപുത്തൻ വിശേഷങ്ങളിലേക്ക് ഏവർക്കും സ്വാഗതം. എല്ലാവർക്കും നല്ലൊരു ദിവസമാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് വിശേഷങ്ങളിലേക്ക് കടക്കാട്ടോ. ദേവമംഗലത്ത് എല്ലാവരും വളരെ സന്തോഷത്തിൽ തന്നെയാണ്. തങ്ങളുടെ അനുമോളെ അവർക്ക് തിരിച്ചു കിട്ടിയതിലുള്ള സന്തോഷം, അതുപോലെ അലോകിന് തക്ക ശിക്ഷ കിട്ടിയതിലുള്ള സന്തോഷം. പക്ഷെ അനുവിന് നല്ല ഭയമുണ്ട്. അലോകിനെ അവൾക്ക് അത്രയ്ക്ക് നന്നായിട്ട് അറിയാലോ. അലോക് വെറുതെ ഇരിക്കാൻ പോകുന്നില്ല. അതുപോലെ കൃഷ്ണമംഗലത്തുള്ളവരും ഈ ഒറ്റ കാരണത്താൽ കൂടുതൽ പ്രകോപിതരായിട്ടുണ്ടാവും. അതുകൊണ്ട് തങ്ങൾക്കെതിരെ അവരെന്തൊക്കെ ചെയ്തു കൂട്ടുമെന്ന് ചിന്തിക്കാൻ പോലും സാധിക്കില്ല എന്നുള്ള ഭയത്താലാണ് അനുശ്രീ വീട്ടിലിരിക്കുന്നത്. അപ്പോൾ അനുശ്രീയുടെ ഈ ചിന്തിച്ചുള്ള ഇരിപ്പും ഭയപ്പെട്ടുള്ള സമീപനവും ഒക്കെ ഗോമതി ശ്രദ്ധിക്കുന്നുണ്ട്. ഇതേ സമയം കൃഷ്ണമംഗലത്ത് അനന്തനും അച്യുതനും കൂടി എങ്ങനെയെങ്കിലും അലോകിനെ പുറത്തു കൊണ്ടുവരാനായിട്ട് പഠിച്ച പണി 18 നോക്കുന്നുണ്ട്. അവരൊരു വക്കീലിനെയൊക്കെ റെഡിയാക്കിക്കൊണ്ട് പോലീസ് സ്റ്റേഷനിലേക്ക് ചെല്ലും. പക്ഷെ പോലീസുകാരുടെ ഭാഗത്തു നിന്നും നല്ലൊരു സമീപനമല്ല അവർക്ക് ലഭിക്കുന്നത്. അപ്പം അച്യുതൻ പറയും, സാർ എൻ്റെ മകൻ്റെ ഭാവി ഇല്ലാതാക്കരുത്. കോടതിയും കേസും ഒക്കെയായി നടന്ന അവൻ്റെ ജീവിതം പിന്നെ എന്താകും? അത് മതിയില്ലേ അവൻ്റെ ജീവിതം നശിച്ചു പോകാൻ എന്ന് ചോദിക്കുക. എടോ, തനിക്ക് തൻ്റെ മകൻ്റെ കാര്യത്തെ ഓർത്ത് നല്ല ഭയമുണ്ടല്ലേ? ഇവൻ കാരണം ഒരു പാവം പെൺകുട്ടിയുടെ ജീവിതമല്ലേ ഒന്നുമില്ലാതായി പോയത്. ആ കുട്ടിയുടെ കല്യാണത്തലേന്ന് അവളെ കിഡ്നാപ്പ് ചെയ്ത് ഒളിവിൽ താമസിപ്പിക്കുക, കല്യാണം മുടക്കുക, ആ കുടുംബത്തെ മുഴുവനും അപകീർത്തിപ്പെടുത്തുക. അതുമാത്രമോ? ഗർഭിണിയായ ഒരു പെൺകുട്ടിയെ വയറ്റിൽ ചവിട്ടി ആ കുഞ്ഞിനെ പോലും അബോർഷൻ ചെയ്യിപ്പിച്ചില്ലേ ഈ ക്രിമിനൽ എന്ന് ചോദിക്കുകയാണ് കേട്ടോ. അപ്പം അതൊന്നും നിഷേധിക്കാനായിട്ടും അനന്തന് സാധിക്കുന്നില്ല. അപ്പം അച്യുതൻ പറയും, ഇല്ല സാർ, ഇതൊക്കെ കള്ളക്കേസാ, അവര് ഞങ്ങളോടുള്ള പക വീട്ടുക എന്ന് പറയാം. അതൊക്കെ പോലീസുകാർ തീരുമാനിച്ചോളാം. തൻ്റെ മകൻ ഇനി പുറത്തിറങ്ങിയാലും പുണ്യപ്രവൃത്തിയൊന്നും ചെയ്യാൻ പോകുന്നില്ലല്ലോ. ഈ നാടിന് ദോഷം വരുന്ന രീതിയിലേ അവൻ പ്രവർത്തിക്കൂ. അവൻ്റെ വളർത്തുദോഷം അത്രയ്ക്കുണ്ടല്ലോ എന്നൊക്കെ പോലീസുകാർ പറയണം. തൽക്കാലം അവനെ ഞങ്ങൾ പുറത്തു വിടാൻ ഉദ്ദേശിക്കുന്നില്ല, കോടതിയിൽ ഹാജരാക്കുക തന്നെ ചെയ്യും എന്ന് പറയാണ് കേട്ടോ. അപ്പം വക്കീൽ വന്നിട്ടും ഒരു കാര്യം ഉണ്ടാകുന്നില്ല. പോലീസുകാർക്ക് മുന്നിൽ വക്കീലിനും പിടിച്ചു നിൽക്കാനായിട്ട് സാധിക്കുന്നില്ലേ. അപ്പം ജാമ്യം നിഷേധിക്കപ്പെടുകയാണ്. അങ്ങനെ അനന്തനും അച്യുതനും വീട്ടിലേക്ക് തന്നെ മടങ്ങിച്ചെല്ലാം. അപ്പം രാജശ്രീ ആണെങ്കിൽ അലോകിനെയും കൂട്ടിക്കൊണ്ട് അച്യുതൻ വരുന്നതും കാത്തു നിൽക്കുമായിരുന്നു. അപ്പം എല്ലാവരും ഉണ്ട്. എന്തായി അച്ചുവേട്ടാ, എന്തേ നമ്മുടെ മോൻ, അവനെ വന്നില്ലേ എന്ന് പറയാം. അപ്പം അച്യുതൻ പറയും, എല്ലാവരും ആ ബാലന്റെ ഭാഗത്താണ് നിൽക്കുന്നത്. ആ പോലീസുകാരനും ബാലന്റെ ആളാണെന്ന് എനിക്ക് തോന്നുന്നേ. നമ്മുടെ മകന് ജാമ്യം തരാൻ അയാൾക്ക് സമ്മതമല്ലത്രേ. അയാൾക്ക് കോടതിയിൽ ഹാജരാക്കണത്രേ. എന്തൊക്കെ അയാൾ പറയുന്നതെന്ന് അറിയാവോ എന്ന് ചോദിക്കാം. അപ്പം അനന്തം പറയും, അയാൾ പറയുന്നതിലും കാര്യമില്ലേ അച്യുത എന്ന് ചോദിക്കുക. എന്ത് കാര്യം ചേട്ടാ? ഇതൊക്കെ ആ ബാലനും കുടുംബവും കള്ളക്കേസ് ഉണ്ടാക്കി കൊടുത്തിരിക്കുന്നതല്ലേ, അല്ലാതെ അലോക് എന്തെങ്കിലും ചെയ്തിട്ടാണോ? അങ്ങനെയാണെങ്കിൽ അനുശ്രീ ഇവിടെ എന്തൊക്കെ ചെയ്തു കൂട്ടിയിട്ടുണ്ട്? അലോകിനെ എത്രമാത്രം ഉപദ്രവിച്ചിട്ടുണ്ട്. ഈ വീട്ടിൽ വന്ന് പല പ്രശ്നങ്ങളും അവൾ ഉണ്ടാക്കി. നമുക്കും വേണമെങ്കിൽ അവൾക്കെതിരെ ഒരു കേസ് കൊടുക്കത്തില്ലായിരുന്നോ എന്ന് ചോദിക്കുകയാണ് കേട്ടോ. എന്തായാലും രാജശ്രീയും അച്യുതനും നല്ല ദേഷ്യത്തിലും സങ്കടത്തിലും ഒക്കെയാണ്. എനിക്ക് എൻ്റെ മോനെ ഒന്ന് കിട്ടിയാൽ മതി, എനിക്ക് അവനെ കാണണം എന്നും പറഞ്ഞ് രാജശ്രീ കരയാണ്. അപ്പം നന്ദിനി പറയും, രാജശ്രീ നീ ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരുന്നിട്ട് എന്താ കാര്യം? അനന്തേട്ടനും അച്യുതനും ശ്രമിക്കുന്നുണ്ടല്ലോ, എത്രയും വേഗം അവനെ നമുക്ക് പുറത്ത് കൊണ്ടുവരാം എന്ന് പറയാം. ഏട്ടാ, നമുക്ക് ഇതിലും വലിയ പോലീസുകാരൊക്കെ ഉണ്ടല്ലോ, ഇയാളും കൊണ്ട് നിയമം തീരുന്നില്ലല്ലോ, നമുക്ക് ആരെങ്കിലും കാണാം. ഏട്ടനും മന്ത്രിമാരൊക്കെ ആയിട്ട് നല്ല ബന്ധം ഉള്ളതല്ലേ, എന്തെങ്കിലും ചെയ്ത് എൻ്റെ മകനെ ഇന്ന് തന്നെ പുറത്തിറക്കണം ഏട്ടാ എന്ന് പറയാണ് കേട്ടോ. ഇതേസമയം നമ്മുടെ അനുശ്രീയുടെ മൂടിക്കെട്ടിയ അവസ്ഥയൊക്കെ കാണുമ്പോഴത്തേക്കും ബാലൻ വന്ന് ചോദിക്കുന്നുണ്ട്, എന്തു പറ്റി എന്ന്. അപ്പോൾ ഗോമതി പറയും, അലോകിനെ പോലീസ് സ്റ്റേഷനിൽ കയറ്റിയപ്പോൾ മുതൽ അവളുടെ മനസ്സിന് ഒരു സമാധാനവും ഇല്ല. ഇനിയിപ്പം എന്തൊക്കെയോ ദുരന്തം സംഭവിക്കാൻ പോകുന്നു എന്നാ അവൾ പറയുന്നത് എന്ന് പറയാണ് കേട്ടോ. അത് കേൾക്കുമ്പോൾ ബാലൻ പറയും, മോൾ എന്തിനാ ഇങ്ങനെ സങ്കടപ്പെടുന്നത്? മോളിപ്പം കൃഷ്ണമംഗലത്തല്ല, ദേവമംഗലത്ത് അച്ഛൻ്റെയും അമ്മയുടെയും ഏട്ടന്മാരുടെയും ഒക്കെ കൂടിയാ. ഇവിടെ മോൾക്ക് ഒരാപത്തും വരത്തില്ല. അവൻ എന്തെങ്കിലും ചെയ്തുകൊണ്ട് വന്നാൽ തന്നെ അതിനെയൊക്കെ പ്രതിരോധിക്കാൻ ഇവിടെ എല്ലാവരും ഉണ്ട്. ഇങ്ങനെ മൂടിക്കെട്ടി നിൽക്കരുത് എന്ന് പറയാം. അപ്പം എല്ലാവരും ഇത് കാണുന്നുണ്ട് കേട്ടോ. ഞാൻ ചില കാര്യങ്ങളൊക്കെ തീരുമാനിച്ചിട്ടുണ്ട്. നമുക്ക് എല്ലാവർക്കും കൂടി അനുമോളയായിട്ടൊന്ന് പുറത്തൊക്കെ പോകാം എന്ന് പറയാം. അത് കേൾക്കുമ്പോഴത്തേക്കും മീനും മിത്രയും പറയും, അത് അച്ഛൻ പറഞ്ഞത് എന്തായാലും നല്ലൊരു ഐഡിയ. പുറത്തൊക്കെ പോയിട്ട് എത്ര നാളായി, എല്ലാവരും കൂടി ഒന്ന് പുറത്തു പോയി അടിച്ചു പൊളിച്ചിട്ട് വരാം. അതോടുകൂടി അനുവിൻ്റെ ഈ മൂടിക്കെട്ടിയ അവസ്ഥയൊക്കെ മാറി സന്തോഷം തിരിച്ചു വരും എന്ന് പറയാം. അപ്പം അനു പറയും, അതിൻ്റെ ഒന്നും ഒരാവശ്യമില്ല, എനിക്ക് ഒരു കുഴപ്പമില്ല. എനിക്ക് കൃഷ്ണമംഗലത്തുള്ളവരുടെ സ്വഭാവം നന്നായിട്ടറിയാം. ഇപ്പം അവർക്കെല്ലാവർക്കും നമ്മളോട് നല്ല വൈരാഗ്യമായി കാണും. ഇനി എന്തൊക്കെ അവർ ചെയ്തു കൂട്ടും എന്ന് ആലോചിച്ചാൽ ഞാനിങ്ങനെ വിഷമിച്ചിരുന്നത്, അല്ലാതെ വേറൊന്നും അല്ല എന്ന് പറയാണ്. ഈ വിഷമമൊക്കെ എടുത്തേ മനസ്സിൽ നിന്ന് കള എന്ന് ആര്യനപ്പം പറയാം. മോൾ ഇവിടെ തനിച്ചല്ല, ഞങ്ങൾ എല്ലാവരും ഉണ്ട്. അവരെന്തൊക്കെ ചെയ്താലും മോൾക്കൊരു ആവരണം പോലെ ഞങ്ങളുണ്ട് എന്ന് പറയാം. എനിക്ക് എന്തെങ്കിലും വരുമോ എന്ന് ഓർത്തിട്ടല്ല ആര്യൻ ചേട്ടാ പേടി. നമ്മളെ എല്ലാവരെയും അവരേതൊക്കെ വിധേനയാ ഉപദ്രവിക്കാൻ പോവുക എന്ന് ചിന്തിച്ചിട്ടാ. അവർക്ക് ചതിയും വഞ്ചനയും ഒന്നും ഒരു
മടിയില്ലാത്തവരാ. അച്യുതൻ മാമൻ വളരെ മോശം ചിന്താഗതിയുള്ള ഒരാളാ. അലോകിനെ ഉപദ്രവിച്ച സ്ഥിതിക്ക് ഇവിടെ ഉള്ളവരെയും വേദനിപ്പിക്കാൻ അയാൾ എന്തും ചെയ്യും എന്ന് പറയാം. അപ്പം അക്കാര്യം മിത്രയ്ക്ക് നല്ല ഭയമുണ്ട്. അപ്പം മിത്രയും പറയും, അത് അനു പറയുന്നതിലും കാര്യമുണ്ട്, ചെറിയച്ഛൻ ഇനി വെറുതെ ഇരിക്കുമെന്ന് എനിക്കും തോന്നുന്നില്ല എന്ന് പറയാൻ കേട്ടോ. നിങ്ങളെല്ലാവരും ഇങ്ങനെ ഭയക്കല്ലേ, നമ്മളെല്ലാവരും കൂടി ഇന്ന് പുറത്തു പോയി അടിച്ചു പൊളിച്ച് അനുമോളുടെ ഈ ടെൻഷനൊക്കെ മാറ്റിയിട്ടേ തിരിച്ചു വരുന്നുള്ളൂ എന്ന് ബാലൻ പറയാണ്. അത് കേൾക്കുമ്പം എല്ലാവർക്കും ഒരുപാട് സന്തോഷമാവാണ് കേട്ടോ. അങ്ങനെ കുറേ കാലങ്ങൾക്ക് ശേഷം ദേവമംഗലത്തുള്ള എല്ലാവരും കൂടി പുറത്തൊക്കെ പോവുക. ബീച്ചിലും പാർക്കിലും ഒക്കെ പോയി കളിച്ചും ചിരിച്ചും ആടി തിമിർത്ത് അവർ സന്തോഷിക്കുകയാണ്. ഇതേ സമയം കൃഷ്ണമംഗലത്തുള്ളവർക്ക് ഒരു സമാധാനമില്ല. അലോകിനെ പുറത്തിറക്കാനായിട്ട് പഠിച്ച പണി 18 അവർ നോക്കുന്നുണ്ട്. ഇതേ സമയം നന്ദിനിയും അനന്തനും കൂടി സംസാരിക്കുക. അനന്തേട്ടാ, എനിക്കൊരു കാര്യം പറയാനുണ്ട്. എന്താ നിനക്ക് പറയാനുള്ളത്? നമ്മുടെ മകളുടെ കാര്യമാണ്, അവക്കിപ്പോൾ എന്താ എന്ന് അപ്പം ചോദിക്കുക. മിത്രക്കിനി ദേവമംഗലത്ത് എന്തെങ്കിലും സമാധാനം കിട്ടുമോ എന്ന് ചോദിക്കുകയാണ്. അനുവിനോട് ഇത്രയൊക്കെ ചെയ്തു കൂട്ടിയ അലോകിൻ്റെ പെങ്ങളായ മിത്രയെ അവരിനി ഏത് രീതിയിലായിരിക്കും കാണുക? നമ്മുടെ മകളെ അവർ ശിക്ഷിക്കുമോ എന്നൊക്കെയുള്ള ചിന്ത നന്ദിനിയുടെ മനസ്സിലുണ്ട്. അത് എനിക്കറിയില്ലടോ എന്ന് അപ്പം നന്ദിനിയോട് ആനന്ദം പറയാം. നമുക്ക് പോയി അച്യുതൻ പറഞ്ഞ പോലെ നമ്മുടെ മകളെ കൂട്ടിക്കൊണ്ട് വന്നാലോ? ദേവമംഗലത്ത് അവൾക്ക് ഒരു സമാധാനവും ഇനി കിട്ടില്ലെങ്കിലോ എന്ന് പറയാം. അപ്പം അനന്തൻ്റെ മനസ്സിലേക്ക് പെട്ടെന്ന് കടന്നു വരുന്നത്, അന്നൊരിക്കൽ അനുശ്രീയോട് നല്ല രീതിയിൽ അലോകിനോട് പെരുമാറാൻ പറയണമെന്നും പറഞ്ഞ് തൻ്റെ മുന്നിലേക്ക് വന്ന മിത്രയുടെ മുഖമാണ് കേട്ടോ. ആര്യൻ അവളോട് മോശമായിട്ട് പെരുമാറുന്നുള്ളത് കൊണ്ടല്ലേ തന്നോട് പരാതിയുമായിട്ട് അവൾ വന്നത് എന്നൊരു ചിന്ത വരിക. ഇനിയിപ്പം അലോക് ഇത്രയും വലിയൊരു തെറ്റ് ചെയ്ത് അനുശ്രീയുടെ ജീവിതം തന്നെ ഇല്ലായ്മ ചെയ്യാൻ നോക്കിയപ്പം മിത്രയ്ക്ക് അവിടെ ഒരു സമാധാനവും ആരും കൊടുക്കില്ല എന്നൊരു ചിന്ത അനന്തൻ്റെ മനസ്സിലേക്കും കടന്നു വരികയാണ്. എന്താ അനന്തേട്ടൻ ഇങ്ങനെ ചിന്തിച്ച് നിൽക്കുന്നത് എന്ന് ചോദിക്കുക. അതിനെപ്പറ്റി തന്നെയാണ് ഞാനും ആലോചിച്ചത്. ആര്യന് അല്ലെങ്കിൽ തന്നെ അലോകിനോട് ഇപ്പം പകയാ. അങ്ങനെയുള്ളപ്പം അവൻ്റെ പെങ്ങളായ മിത്രയോടും ചിലപ്പം അതേ രീതിയിലായിരിക്കും പെരുമാറുക. നമുക്ക് എന്തായാലും മിത്രയെ പോയി വിളിച്ചുകൊണ്ട് വരാം. പക്ഷേ അവൾ നമ്മുടെ കൂടെ പോരുമോ എന്ന് ചോദിക്കാം. അപ്പം നന്ദിനി പറയും, അവൾ വരുമെന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. എങ്ങനെയെങ്കിലും അവിടെ നിന്ന് പോരാനുള്ള മനസ്സുമായിട്ടായിരിക്കും അവൾ നിൽക്കുന്നത്. നമ്മൾ ആരും അവളെ വിളിച്ചില്ലല്ലോ, അതുകൊണ്ടാകാം അന്ന് വരാതിരുന്നത്. നമുക്ക് പോയി വിളിക്കാം. അനന്തേട്ട, അവൾക്കൊരു തെറ്റുപറ്റി എന്നും കരുതി അവളെ നമുക്ക് എഴുതി തള്ളാനായിട്ട് സാധിക്കുമോ എന്ന് ചോദിക്കാം. അറിവില്ലായ്മ കൊണ്ട് അവൾ എന്തൊക്കെയോ ചെയ്തു കൂട്ടി. നമുക്ക് ആകെയുള്ളൊരു മകളല്ലേ, അവൾ അങ്ങനെ വേദനിക്കുന്നത് കണ്ടു നിൽക്കാനായിട്ട് സാധിക്കുമോ എന്ന് ചോദിക്കുകയാണ്. ഇപ്പം അനുശ്രീക്ക് ഒരു വേദന വന്നപ്പം ബാലനും കോമതിയും എല്ലാം മറന്ന് അവളെ വന്ന് വിളിച്ചുകൊണ്ട് പോയില്ലേ, അതുപോലെ നമുക്ക് നമ്മുടെ മകളെയും വിളിച്ചുകൊണ്ട് പോരാം എന്ന് അങ്ങനെ നന്ദിനി തൻ്റെ വിഷമങ്ങളെല്ലാം അനന്തനോട് പറയാം. അത് കേൾക്കുന്ന അനന്തൻ പറയും, താൻ സമാധാനപ്പെട്, അലോകിനെ ഒന്ന് പുറത്തിറക്കട്ടെ, അതിനുശേഷം നമുക്ക് ഇക്കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാക്കാം. നമുക്ക് പോയി മിത്ര ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വരാം എന്ന് പറയാൻ കേട്ടോ. അത് മതി എന്ന് നന്ദിനിയും അനന്തനോട് സമ്മതിക്കുകയാണ്. ഇതേ സമയം നമ്മുടെ അനുശ്രീയോട് പുറത്തൊക്കെ അയലോക്കത്തുള്ള ആൾക്കാരൊക്കെ അലോകിൻ്റെ കാര്യം ചോദിച്ച് വേദനിപ്പിക്കുന്നതൊക്കെ കാണുന്നുണ്ട്. ഭർത്താവ് ജയിലിലല്ലേ, കുട്ടി ജയിലിലാക്കിയതാണെന്നും പറയുന്നുണ്ടല്ലോ. സ്വന്തം ഭർത്താവിനെതിരെ കേസൊക്കെ കൊടുക്കാൻ എങ്ങനെ മോൾക്ക് തോന്നി എന്നൊക്കെ പലരും ചോദിക്കുന്നുണ്ട്. ഇനിയിപ്പം മോള് ദേവമംഗലത്ത് സ്വന്തം വീട്ടിലല്ലേ, ഭർത്താവിനെതിരെ കേസൊക്കെ കൊടുത്തിട്ട് ഇനിയിപ്പം കൃഷ്ണമംഗലത്ത് ജീവിക്കാനായിട്ട് സാധിക്കുമോ? അങ്ങനെ പല ചോദ്യങ്ങളും നമ്മുടെ അനുവിന് അഭിമുഖീകരിക്കേണ്ടതായിട്ട് വരുന്നുണ്ട്. നാട്ടുകാർക്കൊന്നും അവരുടെ ബന്ധത്തിലെ യഥാർത്ഥ അവസ്ഥ അറിയത്തില്ലല്ലോ. തൻ്റെ മകളുടെ ഈ അവസ്ഥയൊക്കെ കാണുന്ന ബാലൻ അതിനും ഒരു തീരുമാനം ഉണ്ടാക്കാനായിട്ട് തീരുമാനിക്കാൻ കേട്ടോ. മറ്റൊന്നുമല്ല, ഒരു മൈക്ക് സെറ്റൊക്കെ സംഘടിപ്പിച്ച് വീടിൻ്റെ വാതിക്കൽ നിന്ന് അനുശ്രീക്ക് സംഭവിച്ച എല്ലാ കാര്യങ്ങളും എല്ലാവരെയും അറിയിക്കുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. തൻ്റെ മകളെയും അലോകിനെയും ചേർത്ത് ഇനി ആരും ഒന്നും പറയാൻ പാടില്ല. തൻ്റെ മകളുടെ നിരപരാധിത്വം എല്ലാവരും അറിയണം എന്നൊരു ചിന്തയോടു കൂടിയാണ് അങ്ങനെ പ്രവർത്തിക്കുന്നത്. അപ്പം ഇതൊക്കെ കൃഷ്ണമംഗലത്തുള്ളവരെ കൂടുതൽ പ്രകോപിപ്പിക്കുന്നുണ്ട്. നാട്ടുകാരുടെയും ബന്ധുക്കളുടെയും എല്ലാവരുടെയും മുന്നിൽ അലോക് വീണ്ടും മോശക്കാരനായി മാറുകയാണല്ലോ. അവൻ്റെ യഥാർത്ഥ സ്വഭാവം എല്ലാവരും തിരിച്ചറിയുകയാണല്ലോ. ഇതൊക്കെ അച്യുതനെ കൂടുതൽ ദേഷ്യം പിടിപ്പിക്കുക. പക്ഷേ നമ്മുടെ ബാലൻ വിട്ടുകൊടുക്കുന്നില്ല. അനുവിന് വേണ്ടി ഏതറ്റം വരെ പോകാൻ ബാലൻ തീരുമാനിക്കുകയാണ്. ഇതൊക്കെ നമുക്ക് കാണാനായിട്ട് സാധിക്കും കേട്ടോ. നമ്മൾ പാണ്ഡ്യൻ സ്റ്റോറിൻ്റെ കഥ വെച്ചിട്ടാണ് പറയുന്നത്. കഥാതന്തുവിനനുസരിച്ച് ചെറിയൊരു മാറ്റമേ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ വരുന്നുള്ളേ. അല്ലാത്ത രീതിയിൽ പാണ്ഡ്യൻ സ്റ്റോർ പോലെ തന്നെയാണ് ഇപ്പം നമ്മുടെ മലയാളത്തിലെ കഥയും അവർ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ നമ്മുടെ അലോകിനെ കൃഷ്ണമംഗലത്തുള്ളവർ പുറത്തിറക്കുന്നതൊക്കെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അലോക് പുറത്ത് വരുമ്പം തന്നെ രാജശ്രീയാണെ മകനെ സ്നേഹം കൊണ്ട് പൊതിയുന്നതും ഇഷ്ടപ്പെട്ട ആഹാരങ്ങളൊക്കെ ഉണ്ടാക്കി കൊടുക്കുന്നതും ഒക്കെ കാണാൻ കഴിയും. അപ്പം അച്യുതൻ അനന്തനോട് പറയുന്നുണ്ട്, അനന്തേട്ട, എനിക്കൊരു കാര്യം പറയാനുണ്ട്. ഇനിയും ഇത്രയും നമ്മൾ അവിടെ നിർത്തുന്നത് ശരിയായിട്ട് ഏട്ടന് തോന്നുന്നുണ്ടോ എന്ന് ചോദിക്കുക. അപ്പം നന്ദിനി പറയും, അച്യുത, ഞാനും അനന്തേട്ടനോട് അക്കാര്യം തന്നെ പറഞ്ഞതാ. അലോക് ഒന്ന് പുറത്ത് കൊണ്ടുവന്നിട്ട് അക്കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാക്കാം എന്ന് അനന്തേട്ടൻ പറഞ്ഞത് എന്ന് നന്ദിനിയും പറയാണ്.
അതേതായാലും നന്നായി, ഇപ്പം അലോകും മടങ്ങി വന്നു. ഇനി നമുക്ക് ഒരു നിമിഷം പോലും മിത്രയെ അവിടെ നിർത്താൻ പാടില്ല. അവളോട് അവരേത് രീതിയിലാണ് പെരുമാറുന്നതെന്ന് ആർക്കറിയാം. ഇപ്പം തന്നെ ബാലനെ കണ്ടില്ലേ, സ്വന്തം മകൾക്ക് വേണ്ടി ഏതറ്റം വരെയും അയാൾ പോകും. അതിനുവേണ്ടി നിരപരാധിയായ എൻ്റെ മകനെ പറ്റി അപകീർത്തിപ്പെടുത്തി സംസാരിക്കുക വരെയും ചെയ്യും. അവനുള്ളത് ഞാൻ കൊടുത്തോളാം, അവൻ്റെ കുടുംബം അത് ഞാൻ തകർക്കും എന്ന് അച്യുതൻ ഇങ്ങനെ പറയാൻ കേട്ടോ. അപ്പം രാജശ്രീയും പറയും, അതെ, അവരുടെ മകളും അത്ര പുണ്യാളത്തിയൊന്നും അല്ലല്ലോ. ഈ കുടുംബത്തിൽ കല്യാണം കഴിഞ്ഞെന്നും വന്ന് കള്ളം പറഞ്ഞ് കയറി താമസിച്ച് എന്തൊക്കെ ചെയ്തു കൂട്ടി, അതിനുള്ള ശിക്ഷ അവർക്ക് കൊടുക്കുക തന്നെ വേണം അച്ചുവേട്ടാ. എൻ്റെ മോനെ ഇത്രയേറെ വേദനിപ്പിച്ച് അവരെ ഒന്നും വെറുതെ വിടാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല എന്ന് രാജശ്രീ പകയോടുകൂടി പറയണം. അപ്പം ഇതെല്ലാം കേൾക്കുമ്പോൾ നമ്മുടെ ഇന്ദ്രാമയ്ക്ക് ആകെ ടെൻഷനാവുക. ഇന്ദ്രാമ പറയും, നിങ്ങൾ എന്തൊക്കെയായി ചെയ്തു കൂട്ടുന്നത്? അനുശ്രീയോട് അലോക് ചെയ്തതിനുള്ള ശിക്ഷയല്ലേ അവന് കിട്ടിയത്? ആരാണെങ്കിലും ഇതൊക്കെ തന്നെയല്ലേ ചെയ്യുള്ളൂ എന്ന് പറയാം. അപ്പം അച്യുതൻ പറയും, ഓ, അമ്മയ്ക്ക് അല്ലെങ്കിലും ദേവമംഗലത്തുള്ളവരോടാണല്ലോ കൂറ്. താമസിക്കുന്നത് ഇവിടെയാണെങ്കിലും ഗോമതിയോടുള്ള സ്നേഹം അമ്മയ്ക്ക് ഇപ്പോഴും കവിഞ്ഞൊഴുകുവാണല്ലോ എന്ന് പറയാം. ആരോടുള്ള സ്നേഹം കൊണ്ടല്ല ഞാൻ പറയുന്നത്, എൻ്റെ കണ്ണടയുന്നതിന് മുന്നേ ഈ ഇരു കുടുംബങ്ങളും സ്നേഹത്തോടെ ജീവിക്കുന്നത് കാണാനുള്ള കൊതി കൊണ്ടാ. അതൊരിക്കലും നടക്കാൻ പോകുന്നില്ലമ്മേ. ആ ബാലനോട് നേർക്കുനേർ കാണാൻ പോലും എനിക്ക് താല്പര്യമില്ല. എൻ്റെ മകനോട് ചെയ്തതിനൊക്കെ അവന് ഞാൻ ശിക്ഷ കൊടുക്കും എന്ന് അച്യുതൻ പറയാണ് കേട്ടോ. പെട്ടെന്ന് ഇന്ദിരമ്മ പറയും, മോനെ അനന്ത, നീ എന്താ ഈ പറയുന്നത്? മിത്രയെ കൂട്ടിക്കൊണ്ട് വരിക എന്നൊക്കെ പറഞ്ഞാൽ അതെവിടുത്തെ ന്യായവാ? അല്ലെങ്കിൽ തന്നെ മിത്ര വരുമെന്ന് തോന്നുന്നുണ്ടോ? ആരിനും മിത്രയും അലോകും അനുശ്രീയും തമ്മിലുള്ള ബന്ധം പോലൊന്നല്ല. നീ വിവാഹിതരായവരാ ശരിക്കും എന്ന് പറയാം. ബന്ധങ്ങളൊക്കെ പൊട്ടിച്ചെറിയാനേ എളുപ്പമാ, കൂട്ടിയിണക്കാനാ പാട് എന്ന് പറയാം. അത് കേൾക്കുന്ന അച്യുതൻ പറയും, ദേ ഏട്ടാ, അമ്മ പല തത്വങ്ങളും പറയും. ഗോമതിയുടെ കുടുംബം തകരാതിരിക്കാനായിട്ടുള്ള അമ്മ ഇങ്ങനെയൊക്കെ പറയുന്നത്. പക്ഷെ ഏട്ടൻ്റെ മകളുടെ ഭാവി കളയരുതെന്നേ ഞാൻ പറയുള്ളൂ. അവക്കൊരു നല്ല ജീവിതമുണ്ട്, അത് ആ ആരിൻ്റെ കൂടെ കളയരുതെന്നേ ഞാൻ പറയുള്ളൂ. ആരിനിപ്പം ഏത് രീതിയിലാണ് മിത്രയോട് പെരുമാറുന്നതെന്ന് പോലും നമുക്കറിയത്തില്ലല്ലോ എന്ന് പറയാം. അപ്പോൾ അനന്തം പറയും, അമ്മേ, എന്തായാലും ഞാനും നന്ദിനിയും കൂടി പോയി മിത്രയോട് സംസാരിക്കുന്നുണ്ട്. അവളുടെ തീരുമാനം എന്താണെന്ന് അറിയട്ടെ. അവൾ ഇങ്ങോട്ട് വരാൻ കൂട്ടാക്കുവാണെങ്കിൽ ഉറപ്പായിട്ടും അവളെ കൊണ്ടുവരാം എന്ന് പറയാം. അതെന്തിനാ ഏട്ടനും ഏടത്തിനും തനിയാക്കുന്നത്? ഞങ്ങളും കൂടി വരാം എന്ന് പറയാം. അത് കേൾക്കുന്ന ആനന്ദം പറയും, വേണ്ട, ഇക്കാര്യം സംസാരിക്കാൻ ഞങ്ങൾ രണ്ടുപേരും തന്നെ പോയിക്കോളാം എന്ന് പറഞ്ഞ ആനന്ദനും നന്ദിനിയും കൂടി നേരെ ദേവമംഗലത്തേക്ക് പോവാണ് കേട്ടോ. അവിടെ അവരെ കാണുമ്പം എല്ലാവരും മുറ്റത്തേക്ക് ഇറങ്ങി വരിക. എന്താ ഏട്ടാ എന്ന് ഗോമതി അപ്പം ചോദിക്കുക. പെട്ടെന്ന് നന്ദിനി പറയും, ഗോമതി, ഞങ്ങൾക്ക് സംസാരിക്കാനുള്ളത് മിത്രയോടാണ് എന്ന് പറയാം. എന്താ അമ്മേ എന്നും പറഞ്ഞ് മിത്രയും വളരെ സന്തോഷത്തോടു കൂടി അച്ഛനെയും അമ്മയുടെയും അടുത്തേക്ക് വരികയാണ്. അപ്പം ഗോമതി പറയും, നിങ്ങൾ കയറി വാ, അകത്തിരുന്ന് സംസാരിക്കാം എന്ന് പറയുമ്പം അനന്തം പറയും, ഏയ്, അതിൻ്റെ ആവശ്യമില്ല, ഇവിടെ നിന്ന് സംസാരിക്കാവുന്നതേ ഉള്ളൂ എന്ന് പറയാം. അച്ഛ, അമ്മേ, എന്താ കാര്യം എന്ന് മിത്ര അപ്പം അവരോട് ചോദിക്കുകയാണ്. മോളെ മിത്രേ, നിനക്കൊരു തെറ്റുപറ്റി. നിന്റെ കല്യാണം ഏത് രീതിയിലാണ് നടന്നതെന്നുള്ള സത്യാവസ്ഥയൊക്കെ ഇപ്പം ഞങ്ങൾ മനസ്സിലാക്കുകയും ചെയ്യും. നിനക്കിവിടെ എങ്ങനെയാ, സന്തോഷമാണോ എന്നൊന്നും ഞങ്ങൾക്കറിയില്ല. നിന്നെ കൂട്ടിക്കൊണ്ട് പോകാനായിട്ട് വന്നതാ എന്ന് പറയാം. അത് കേൾക്കുന്ന ഗോമതിയും ബാലനും അന്തം വിട്ട് നിൽക്കുക. അപ്പം ബാലൻ ചോദിക്കും, എന്തൊക്കെയാണ് നിങ്ങൾ ഈ പറയുന്നത്? മിത്രയ്ക്ക് അതിന് എന്താ ഇവിടെ ഒരു കുറവുള്ളത്? മിത്ര ആരിൻ്റെ ഭാര്യ, അങ്ങനെ അവളെ വിളിച്ചുകൊണ്ട് പോകാനായിട്ട് സാധിക്കുമോ എന്ന് ചോദിക്കാം. അത് കേൾക്കുന്ന ആനന്ദം പറയും, നിങ്ങളുടെ മകൾക്കൊരു പ്രശ്നമുണ്ട് എന്ന് തോന്നിയപ്പം ബാലൻ എന്താണ് ചെയ്തത്? അനുശ്രീയെ കൂട്ടിക്കൊണ്ട് വരികയല്ലേ ചെയ്തത്. അതിനെ ഞാൻ അവിടെ എതിർത്തിട്ടില്ല. അനുശ്രീക്ക് താല്പര്യമുണ്ടെങ്കിൽ അവൾ പൊയ്ക്കോട്ടെ എന്നാണ് ഞാൻ എല്ലാവരുടെ മുന്നേ പറഞ്ഞത്. അതുപോലെ തന്നെ ഞങ്ങളുടെ മകളുടെ കാര്യത്തിൽ ഞങ്ങൾക്കും ടെൻഷനുണ്ട്. ഞങ്ങൾക്കും ഇവളെ വന്ന് വിളിക്കാനുള്ള അധികാരമില്ലെന്നാണോ ബാലൻ പറയുന്നത് എന്ന് ചോദിക്കുക. അപ്പം ആനന്ദൻ്റെ ആ ചോദ്യത്തിന് മുന്നിൽ ബാലന് മറുപടിയില്ല. താൻ തൻ്റെ മകളോട് കാണിച്ച അതേ നീതി അനന്തൻ്റെ മകളോടും ഉണ്ട്. അതുകൊണ്ട് പെട്ടെന്ന് തന്നെ ബാലനകത്തേക്ക് കയറി പോവാണ്. അപ്പം ആരിനും എന്ത് മറുപടി പറയണമെന്നറിയാതെ നിൽക്കുകയാണ് കേട്ടോ. ഇവിടെ മിത്ര മാത്രമാണ് ഒരു തീരുമാനം എടുക്കേണ്ടത്. അതുകൊണ്ട് ആരിനും ഒന്നും പറയാതെ അകത്ത് തന്നെ നിൽക്കുകയാണ്. അപ്പം മിത്ര പറയും, അച്ഛ, അമ്മേ, നിങ്ങൾ എനിക്ക് വേണ്ടി ഇവിടെ സംസാരിക്കാൻ വന്നല്ലോ, അത് തന്നെ വലിയ കാര്യമാണ് എന്ന് പറയണം. അപ്പം നന്ദിനി പറയും, മോളെ മിത്രേ, ഒരിക്കൽ നീ അച്ഛനോട് പരാതി ഉള്ളതാണെന്ന് അച്ഛൻ എന്നോട് പറഞ്ഞു. അനുശ്രീക്ക് സന്തോഷം കിട്ടിയില്ലെങ്കിൽ അത് നിന്റെ ജീവിതത്തെയും ബാധിക്കുമെന്ന്. ഇപ്പം അനുശ്രീയോട് ഇത്രയും ദ്രോഹങ്ങളൊക്കെ ചെയ്ത അലോകിന്റെ പെങ്ങളായ നിന്നോട് ഇവിടെയുള്ളവര് എങ്ങനെ പെരുമാറുമെന്ന് ഞങ്ങൾക്ക് നല്ല ഭയം. ആരിനൊപ്പം നിന്റെ ജീവിതം എങ്ങനെയാണെന്നോർത്ത് ടെൻഷനുണ്ട്. നിന്റെ ജീവിതം അങ്ങനെ ഒന്നുമില്ലാതാക്കി കളയാനുള്ളതല്ല. ഞങ്ങൾക്ക് ആകെയുള്ളൊരു മകളാ നീ ഞങ്ങളുടെ ഒപ്പം മടങ്ങി കൃഷ്ണമംഗലത്തേക്ക് തന്നെ വരണം എന്ന് പറയാണ് കേട്ടോ. അത് കേൾക്കുമ്പോഴത്തേക്കും നമ്മുടെ ആര് നല്ല ടെൻഷനാവുകയാണെ. മിത്ര തിരിച്ചു പോവോ? അച്ഛനും അമ്മയും വിളിക്കുന്നതും കാത്ത് അത്ര ആഗ്രഹത്തോടെ ഇരുന്ന ആളാ മിത്ര. തന്നെ ഉപേക്ഷിച്ച് പോകാനായിട്ട് സാധിക്കുമോ എന്നുള്ള ചിന്തയൊക്കെ ആരിൻ്റെ മനസ്സിലേക്ക് കടന്നു വരികയാണ് കേട്ടോ. അപ്പം ആരൻ അവിടെ ഒന്നും പറയുന്നില്ല. ഇക്കാര്യത്തിൽ ആരൻ നല്ല തീരുമാനമെടുക്കേണ്ടത്. മിത്ര
മിത്രയാണ്. താൻ ഇത്രയും നാളും മിത്രയ്ക്ക് കൊടുത്ത സ്നേഹത്തിൽ എന്തെങ്കിലും പവിത്രത ഉണ്ടെങ്കിൽ മിത്ര ഒരിക്കലും തന്നെ ഉപേക്ഷിച്ച് പോകത്തില്ല എന്ന് ആരും മനസ്സിൽ കരുതാണ് കേട്ടോ. അപ്പോൾ ഗോമതി വീണ്ടും പറയും, ഏടത്തി നിങ്ങൾ എന്തൊക്കെയാ ഈ പറയുന്നത്? മിത്ര ഈ കുടുംബത്തെ മരുമകളാ, അവളെ അങ്ങനെ വിളിച്ചുകൊണ്ട് പോകാനായിട്ട് സാധിക്കുമോ എന്ന് ചോദിക്കാം. അപ്പം നന്ദിനി പറയും, ഗോമതി ഇതിൽ അഭിപ്രായം പറയേണ്ട ആള് നീയല്ല, ഇതിൽ മിത്രയാണ് അഭിപ്രായം പറയേണ്ടത്. ഞങ്ങൾ സംസാരിക്കുന്നത് ഞങ്ങളുടെ മകളോടാണ് എന്ന് പറയാൻ കേട്ടോ. അപ്പം മിത്ര പറയും, അച്ഛ അമ്മേ, എൻ്റെയും ആരിൻ്റെയും കല്യാണം ശരിക്കും നടന്നതാ. ഗുരുവായൂർ അമ്പലനടയിൽ വെച്ച് ഗുരുവായൂരപ്പൻ്റെ സന്നിധിയിൽ വെച്ച് വിവാഹിതരായവരാ ഞങ്ങൾ, അല്ലാതെ കള്ളക്കല്യാണമല്ല എന്ന് പറയാണ്. അലോകിൻ്റെയും അനുശ്രീയുടെയും കല്യാണം പോലും നടന്നില്ല, അതുകൊണ്ട് അനുവിന് ഇങ്ങോട്ട് വരാൻ ഒന്നും മടിക്കേണ്ടതായിട്ടും ഇല്ല എന്ന് പറയാം. അപ്പം അനന്ത പറയും, മോളെ അമ്പലത്തിൽ വെച്ച് നടന്ന കല്യാണമല്ലേ, അല്ലാതെ രജിസ്ട്രേഷൻ ഒന്നും നടന്നിട്ടില്ലല്ലോ എന്ന് പറയണം. അപ്പം പെട്ടെന്ന് നമ്മുടെ മിത്ര പറയും, കല്യാണമൊക്കെ രജിസ്റ്റർ ചെയ്തതാണ് അച്ഛാ, അതുമാത്രമല്ല ഞങ്ങൾ സന്തോഷത്തോടെ ജീവിക്കുന്നത്. ആരിനേക്കാളും നല്ലൊരാളെ എനിക്ക് വരനായിട്ട് ഒരിക്കലും ലഭിക്കില്ല. അച്ഛനറിയാവോ, ഞങ്ങൾ തമ്മിൽ ഒരു സ്നേഹമോ പ്രണയമോ ഒന്നും ഉണ്ടായിരുന്നില്ല. ഗോമതി അപ്പച്ചിയുടെ നിർബന്ധം ഒന്നുകൊണ്ട് മാത്രമാ ആര്യൻ എൻ്റെ കഴുത്തിൽ താലി കെട്ടിയത്. എന്നിട്ട് പോലും എന്നിലെ പെണ്ണിനെ ബഹുമാനിച്ചുകൊണ്ട് എൻ്റെ കഴിവുകളെ അംഗീകരിച്ചുകൊണ്ട് എനിക്ക് വേണ്ടി ഈ നിമിഷം വരെ ജീവിക്കുന്ന ആളാ എൻ്റെ ആര്യൻ. അവൻ്റെ സ്വപ്നങ്ങൾ ഉപേക്ഷിച്ചുകൊണ്ട് രാപ്പകലില്ലാതെ അധ്വാനിക്കുന്നത് എൻ്റെ സ്വപ്നം നേടിയെടുക്കാനാ. എന്നെ ഒരു വലിയ പോലീസുകാരി ആക്കണം എന്നുള്ള എൻ്റെ സ്വപ്നത്തിന് വേണ്ടിയാ അവന് രാപ്പകലെത്തി കിടന്ന് പണിയെടുക്കുന്നത്. അങ്ങനെയുള്ള ആര്യനെ പോലൊരാളെ എനിക്ക് ഒരിക്കലും കിട്ടില്ല അച്ഛാ. അവനെ ഉപേക്ഷിച്ച്, ഈ ദേവമംഗലം ഉപേക്ഷിച്ച് ഒരിക്കലും ഞാൻ കൃഷ്ണമംഗലത്തേക്ക് വരത്തില്ല എന്ന് പറയാം. എനിക്ക് മനസ്സിലാകും, ഞാനെന്ന് അച്ഛനോട് അങ്ങനെയൊക്കെ സംസാരിച്ചതാവാം അച്ഛൻ ഇപ്പം ടെൻഷൻ ആകാൻ കാരണമെന്ന്. അത് ഞാൻ അനുശ്രീയുടെ കാര്യത്തിൽ അച്ഛനൊരു ശ്രദ്ധ കൊടുക്കാൻ വേണ്ടി വെറുതെ പറഞ്ഞതാ, അല്ലാതെ അനുശ്രീയുടെ ജീവിതവും എൻ്റെ ജീവിതവുമായിട്ട് ഒരിക്കലും കൂട്ടിക്കൊഴിക്കരുത്. അനുശ്രീക്ക് അലോക് എങ്ങനെ പെരുമാറിയാലും അതിൻ്റെ ഒക്കെ ശിക്ഷ എന്നോട് നൽകുന്ന അത്ര ചീപ്പ് മെൻറ്റാലിറ്റിയുള്ള ആളല്ല എൻ്റെ ആര്യൻ. സ്ത്രീകളെ ബഹുമാനിക്കാൻ അറിയാവുന്ന ഭാര്യയ്ക്ക് സ്ഥാനം നൽകുന്ന നല്ലൊരു പുരുഷനാ. അവനേക്കാൾ വലിയ ആളൊന്നും എനിക്കിനി ഒരിക്കലും കിട്ടാൻ പോകുന്നില്ല. അവൻ്റെ ഒപ്പം അത്ര സന്തോഷത്തോടെയാണ് ഞാൻ ജീവിക്കുന്നത്. എനിക്ക് വേണ്ടി ജീവിക്കുന്ന എൻ്റെ ആര്യനെ വിട്ട് ഞാൻ എങ്ങും വരില്ല എന്ന് പറയണം കേട്ടോ. അത് കേൾക്കുമ്പോൾ നന്ദിനിക്കും അനന്തനും ചെറിയൊരു സങ്കടം ആകുന്നുണ്ടെങ്കിലും മകൾക്ക് നല്ലൊരു ജീവിതം തന്നെയാണെന്ന് അവർക്ക് ബോധ്യപ്പെടുകയാണ് കേട്ടോ. അപ്പോൾ ഇത് കേട്ടുകൊണ്ട് നിൽക്കുന്ന ആര്യനും ഒരുപാട് സന്തോഷം തോന്നുക. തൻ്റെ മിത്ര തന്നെ ഉപേക്ഷിച്ച് ഒരിക്കലും പോകില്ല എന്നൊരു തീരുമാനമാണല്ലോ എടുത്തിരിക്കുന്നത്. അതിലൊരുപാട് സന്തോഷത്തോടു കൂടി ആര്യൻ ചിരിച്ചുകൊണ്ട് നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ പെട്ടെന്ന് അനന്തനും നന്ദിനിയും തിരികെ പോകാൻ നോക്കുമ്പം അവരുടെ കയ്യിൽ കയറി മിത്ര പിടിക്കും. അച്ഛനും അമ്മയും എനിക്ക് വേണ്ടി സംസാരിക്കാനായിട്ട് ഈ വീടിൻ്റെ മുറ്റത്ത് വരെ വന്നില്ലേ? എനിക്കറിയാം നിങ്ങൾക്ക് നിങ്ങളുടെ മനസ്സിൽ എന്നോട് സ്നേഹമുണ്ടെന്ന്. ആ സ്നേഹമാ എനിക്കൊരു പ്രശ്നമുണ്ടെന്ന് കണ്ടപ്പം എന്നെ വിളിക്കാൻ മുതിർന്നതെന്നും എനിക്കറിയാം. ഞാൻ നിങ്ങളെ അപമാനിക്കുകയല്ല, ഇതെൻ്റെ ജീവിതമാണ്. ഈ ജീവിതത്തിൽ ഞാൻ ഒരുപാട് സന്തുഷ്ടരാ. അച്ഛനും അമ്മയും എനിക്ക് കണ്ടെത്തി തന്നേക്കാവുന്ന ജീവിതത്തേക്കാൾ ഒരുപാട് സന്തോഷത്തിലാണ് ഞാൻ ജീവിക്കുന്നത്. അത്രയ്ക്ക് നല്ല പെണ്ണുങ്ങളെ മാനിക്കുന്ന ഒരു പുരുഷൻ്റെ കയ്യിലാണ് എൻ്റെ ജീവിതം ഇന്ന് എന്ന് പറയാൻ കേട്ടോ. ആര്യൻ എൻ്റെ ഭാഗ്യവാച്ച എന്ന് വീണ്ടും പറയാം. എനിക്ക് ഇനിയും നിങ്ങൾ എൻ്റെ ജീവിതത്തിൽ ഇതുപോലെ തന്നെ ഉണ്ടാകണം. എനിക്ക് വേണ്ടി സംസാരിക്കാൻ, എൻ്റെ ഉയർച്ച കണ്ട് എൻ്റെ കൂടെ ഇനിയും ഉണ്ടാകണം. മനസ്സിലെ പിണക്കോ ദേഷ്യമോ ഒന്നും ഇനി ഉണ്ടാകരുത് എന്ന് സ്നേഹത്തോടു കൂടി തന്നെ മിത്ര പറയണം. മിത്രയുടെ ആ സംസാരം കേൾക്കുമ്പം ഗോമതിയും അനന്തനോടും നന്ദനോടുമായിട്ട് പറയാം, മിത്ര ഈ കുടുംബത്തിലെ മരുമകളാ. ഇവൾ എന്നിവിടെ വന്നു അന്ന് മുതൽ ഞങ്ങൾ അങ്ങനെയേ കണ്ടിട്ടുള്ളൂ. മരുമകളായിട്ടല്ല, എൻ്റെ മകളായിട്ട് എന്ന് പറയാം. കുടുംബത്തെ പിരിക്കാനായിട്ട് ശ്രമിക്കരുത് എന്ന് കൈകൂപ്പിക്കൊണ്ട് പറയാണ്. മിത്രയ്ക്ക് ഇവിടെ ഒരു കുഴപ്പമില്ല. മിത്രയുടെ അച്ഛനും അമ്മയായിട്ട് അവളുടെ കൂടെ എപ്പോഴും നിങ്ങൾ രണ്ടുപേരും വേണം എന്ന് ഗോമതിയും പറയാൻ കേട്ടോ. എന്തായാലും നന്ദിനിയും അനന്തനും മനസ്സ് നിറഞ്ഞു തന്നെയാണ് അവിടെ നിന്ന് പോകുന്നത്. പക്ഷേ മിത്രയെ കൂട്ടാതെ വരുന്ന ചേട്ടനെയും ചേട്ടത്തെയും കാണുന്ന അച്യുതന് നല്ല ദേഷ്യം വരികയാണ് കേട്ടോ. അപ്പം ഇതൊക്കെയാണ് വരാൻ പോകുന്ന എപ്പിസോഡിൻ്റെ വിശേഷം. പിന്നെ അതുകൂടാതെ അച്യുതൻ എത്രയും വേഗം നമ്മുടെ ബാലനിട്ട് പണി കൊടുക്കാൻ വേണ്ടി ബാലൻ്റെ കടയുടെ മുന്നിൽ തന്നെ ധർമ്മന് കടയിട്ട് കൊടുക്കുന്നതും ഒക്കെ നമുക്ക് കാണാനായിട്ട് സാധിക്കും കേട്ടോ. അങ്ങനെ പല പല വിശേഷങ്ങൾ വരാനായിട്ടുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ലൈക്ക് ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻസ് വഴി തന്നെ അറിയിക്കാനും മറക്കരുത്.